നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ സ്പേസിൽ, അതായത് 7 സെൻറ്റ് സ്ഥലത്ത് പരമാവധി സൗകര്യമുള്ള വീട് എങ്ങനെ മനോഹരമായിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും സെറ്റ് ചെയ്യാനാണ് എല്ലാവർക്കും അറിയേണ്ടത്. അത്തരത്തിലുള്ളൊരു വീടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. വെറും 2250 സ്ക്വയർ ഫീറ്റ് മാത്രമേ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് ഏരിയ വരുന്നുള്ളൂ. 2 നിലയാണ്, അതിൽ തന്നെ 3 ബെഡ്റൂമും പ്ലസ് ഒരു ഹോം തിയേറ്റർ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കത് 4 ബെഡ്റൂമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്പൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ബേ വിൻഡോസ് ഒക്കെ വരുന്ന ഒരു കിഡിലം വീടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബിയോണ്ട് ഹോം ഇൻറ്റീരിയേഴ്സിൻ്റെ എറണാകുളം നോർത്ത് പറവൂരിൽ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഫീച്ചർ ചെയ്യുന്നത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പൗണ്ട് വാളിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ലൈഡിങ് ഗേറ്റ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നേരെ നമ്മൾ ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെങ്കിൽ കടപ്പ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഇടയിലൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ സ്ട്രിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള മോഡേൺ എലവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടും അതേപോലെ മുകളിൽ കാണുന്ന ബാൽക്കണിയും ഡിസൈനിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു വൈറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. വിൻഡോസിനെല്ലാം വൈറ്റ് കളർ തന്നെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ ഒരു വീട് നല്ല മനോഹരമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളൊരു വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. GI ഗ്രിൽ പാറ്റേൺ ഇവിടെ നൽകിയിട്ടുണ്ട്. സെയിം ഫിനിഷ് തന്നെ വാളിന് പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ആംബിയൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഡിസൈൻ എലമെൻറ്റിനും നല്ലൊരു പോർഷൻ ഈ ഒരു ഭാഗം കൊണ്ടുപോകുന്നുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ മുകളിൽ ഗ്ലാസ് റൂഫിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നല്ലൊരു ഏരിയ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിനടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഇതേപോലെയാണ് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. 3ാമത്തെ സ്റ്റെപ്പ് ഈ ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഒരു ഷേപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തൊരു കട്ടിങ് നൽകിയിരിക്കുന്നു. അവിടെ ഇതേപോലൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്റ്റോൺ മേസൺറിയിൽ വരുന്ന RR ക്ലാഡിംഗ് ആണ് ഇവിടെ വാളിൽ നൽകിയിരിക്കുന്നത്. നേരെ 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ഡോറാണ് എടുത്ത് പറയേണ്ടത്. വൈറ്റിൽ ഒരു വുഡൻ ഷെയ്ഡ് വരുന്ന ഡിസൈനാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. ഇൻറ്റീരിയർ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ഫുൾ വൈറ്റ് ആൻഡ് ന്യൂട്രൽ കളേഴ്സിൻ്റെ ഒരു ആംബിയൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലാണ്. നേരെ നമ്മൾ നോക്കുമ്പം ഒരു TV യൂണിറ്റ് ആണ് കാണാൻ സാധിക്കുക. നോർമൽ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് വാളുകൊണ്ട് കവർ ചെയ്തിട്ടില്ല. നമുക്ക് ഈ ടോപ്പ് ഭാഗമൊക്കെ ഓപ്പൺ സ്പേസ് ആയിട്ട് കാണാൻ പറ്റും. ഗ്ലാസ് റെയിലിംഗ് നൽകിയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഓപ്പൺ സ്റ്റൈലിലാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കോർണർ ഷേപ്പിലുള്ള സോഫ സീറ്ററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡാണ് സോഫയ്ക്ക് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ പല സ്ഥലങ്ങളിലും ബെഡ്റൂം ഡിസൈനിലടക്കം നമുക്ക് ഈ ഒരു ഗ്രീൻ എലമെൻറ്റുകൾ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് സീലിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസിന് ചേരുന്ന തരത്തിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് സീലിങ്ങിൽ നൽകിയിരിക്കുന്നത്. ആ ഒരു വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടി വെനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കടന്നു പോകുന്നത് ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാൾപേപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡിസൈനിൽ തന്നെ ആ ഒരു വാൾപേപ്പർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. നേരെ നമ്മൾ വരുന്നത് ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും സ്റ്റെയറൊക്കെ വരുന്ന ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ്. ഈ ഒരു കോമൺ സ്പേസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്പേസിനും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് ഏരിയ. 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് നൽകിയിട്ടുള്ളത്. ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് ഡൈനിങ് ടേബിളിന് നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ നല്ല രസമുള്ളൊരു ടെക്സ്ചറാണ് വാളിന് നൽകിയിരിക്കുന്നത്. ഇത് വാൾപേപ്പറാണ്. വാളിൽ മാത്രമല്ല, ഈ ഒരു വാൾപേപ്പർ ഇങ്ങനെ നേരെ മുകളിലേക്ക് പോയിട്ട് സീലിങ്ങിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കാണാം. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂട്രലിൽ ചെയ്തിരിക്കുന്ന ഒരു വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡബിൾ ലെയർ ആയിട്ട് വരുന്ന കേർട്ടൺ ആണ് നൽകിയിരിക്കുന്നത്. അതും ഒരു ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ തൊട്ട് ബാക്കിലുള്ള വാള് ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല DBയുടെ ബോർഡ് ഇവിടെയാണ് വരുന്നത്. നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ ഒരു DBയുടെ ബോർഡ് ഹൈഡ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത്, ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്ന ഈ ഒരു വുഡൻ ടൈൽസ് ആണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം സിംപോളോയുടെ ഈ കാണുന്ന ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന 6x4 വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്ത സമയത്ത് ഇവിടെ നമ്മൾ
ഇതേപോലെ തന്നെയുള്ള വുഡൻ പ്ലാങ്ക് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാഷ് ബേസിൻ ഡിസൈൻ. ആ ഒരു മിററിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നല്ല 2 ഹാങ്ങിങ് ലൈറ്റും സൈഡിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ കഴിഞ്ഞാലും പിന്നെ വരുന്ന ഏരിയ ഈ സ്റ്റെയർ കേസിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഓപ്പൺ കിച്ചണും വരുന്ന ഈ ഒരു ഏരിയ ആണ്. നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാലേ വീട്ടിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുക, അതിന് എത്ര പേര് വന്നു കഴിഞ്ഞാലും ഫാമിലിയിലുള്ള എല്ലാവരും വന്നു കഴിഞ്ഞാലും ഇരിക്കാനുള്ള നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. ഇതാരാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു സ്റ്റൈലിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം. ബിയോണ്ട് ഹോം ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ പ്രൊജക്റ്റും ചെയ്തിരിക്കുന്നത്. അവർ ഈ ടേൺകി ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സ്ഥാപനമാണ്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഇടപ്പള്ളിയാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഓൾ കേരള നിങ്ങൾക്ക് അവരുടെ സർവീസുകൾ അവൈലബിൾ ആണ്. അവർ എന്തൊക്കെയാണ് ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഇതേപോലെ ടൈല് ചെയ്യാനാണെങ്കിലും സ്റ്റെയർ കേസ് ചെയ്യാനാണെങ്കിലും കിച്ചൺ ചെയ്യാനാണെങ്കിലും ബെഡ്റൂമിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ കർട്ടൻസ് കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ ഇതൊക്കെ ചെയ്തു തരുന്ന കംപ്ലീറ്റ് വർക്കും ചെയ്ത് ടേൺകി നമ്മുടെ കയ്യിൽ തരുന്ന ഒരു കമ്പനിയാണ് ബിയോണ്ട് ഹോം ഇൻറ്റീരിയേഴ്സ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകുന്നുണ്ട്. ബാക്കി നമുക്ക് വീട് കംപ്ലീറ്റ് കണ്ടിട്ട് സംസാരിക്കാം. സ്റ്റെയറിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് വരാം. സാധാരണ സ്റ്റെയർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്റ്റെയറും ചെയ്യേണ്ടത്. പക്ഷേ 1-2 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യണം. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകൾ, ഓരോ ആൾട്ടർനേറ്റ് സ്റ്റെപ്പുകളും ഒന്നിടപെട്ട സ്റ്റെപ്പുകൾ നമ്മൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസിങ് ആക്കി മാറ്റാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഒരു ലാൻഡിങ്, ബാക്കിയുള്ള ഭാഗം സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പുകളിലൊക്കെ വുഡൻ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൊസ്കിറ്റോ നെറ്റ് നൽകിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അതിമനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെറും 2250 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഏരിയ വരുന്നുള്ളൂ. അതിൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്, ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങൾക്ക് പുറമെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ വരുന്നു. അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും വരുന്നുണ്ട്. നല്ലൊരു ഓപ്പൺ സ്പേഷ്യസ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു കൗണ്ടർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ റൗണ്ട് പൈപ്പിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ 2 ഭാഗത്തും ഷെയർ ഇട്ട് കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിലേക്ക് പോവാതെ തന്നെ രാവിലെ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെ കഴിക്കാം. നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. കബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അക്രിലിക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ അക്രിലിക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ നല്ല ഒരു വൈറ്റ് ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നത്. ഓപ്പൺ സ്പേസിൻ്റെ അടിയിലൊക്കെ ലൈറ്റ്സുകൾ സെറ്റ് ചെയ്തുകൊണ്ട് അത് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു സിങ്ക് നൽകിയിരിക്കുന്നു. ഹുഡ് ആൻഡ് ഹോബ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് ആ ഫ്രിഡ്ജിൻ്റെ അളവിന് കണക്കാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സൈഡ് ബൈ സൈഡ് ഡോർ വരുന്ന ഫ്രിഡ്ജാണ് നൽകിയിട്ടുള്ളത്. നേരെ വർക്ക് ഏരിയ സ്പേസിലേക്ക് വരികയാണെങ്കിലും സിമിലർ ആയിട്ടുള്ള കളർ തീം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ഇവിടെ കബോർഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തു. ഹോട്ട് ആൻഡ് കോൾ വരുന്ന രീതിയിലുള്ള ഒരു ടാപ്പാണ് നൽകിയിരിക്കുന്നത്. ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രിങ്കിങ് ലൈൻ എക്സ്ട്രാ നൽകിയിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏരിയ സ്പേസിൽ സെപ്പറേറ്റ് ഒരു സിങ്കും ഹുഡ് ആൻഡ് ഹോബും നൽകിയിരിക്കുന്നു. മാത്രമല്ല ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ടോൾ യൂണിറ്റ്, ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ, ഇവിടെ ഒരു ചെറിയ ഷെൽഫ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല സൗകര്യത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ബെഡ്റൂമുകൾ നമുക്കൊന്ന് കാണാം. ബെഡ്റൂമുകളുടെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂമുകളെല്ലാം ഒരു മീഡിയം സൈസ് ബെഡ്റൂമാണ്. ഒരു 12x10 ഫീറ്റ് ആണ് വരുന്നത്. 12 ഫീറ്റ് ലെങ്ത്ത്, 10 ഫീറ്റ് വിഡ്ത്തും വരുന്നുണ്ട്. എല്ലാത്തിലും ക്യൂൻ സൈസ് ബെഡാണ് നൽകിയിട്ടുള്ളത്. വളരെ മിനിമലായിട്ടാണ് ബെഡ്റൂമുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സേജ് ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇവിടെ ഈ വാളിൽ സേജ് ഗ്രീൻ പെയിൻറ് ചെയ്തു, ഒരു വാൾ ഫ്രെയിം കൊടുത്തു, വൈറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ഹെഡ് ബോർഡ് നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിളിലേക്ക് വരികയാണെങ്കിലും വൈറ്റും സേജ് ഗ്രീനുമാണ്. വാർഡ്രോബിലേക്ക് വരികയാണെങ്കിലും വൈറ്റും സേജ് ഗ്രീനാണ് നൽകിയിട്ടുള്ളത്. ഒരു പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. WPC ഡോറുകളാണ് റൂം ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. വേറൊരു അട്രാക്ഷൻ ഉള്ളത് ഈ ഭാഗത്തൊരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. നല്ല വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആക്കി ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ വലിയൊരു വിൻഡോയും വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല വൃത്തിയുള്ളൊരു സീബ്ര ബ്ലൈൻഡ്സ്.
നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റിന്റെ ഡിസൈനും ബെഡ്റൂമിനോട് മാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം. രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഡൈനിങ് സ്പേസിന്റെ തൊട്ടടുത്താണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷ്റൂം കോമൺ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും ആക്സസ് ചെയ്യാം, നമുക്ക് ഈ കോമൺ സ്പേസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ പാനലിങ് ചെയ്തിരിക്കുന്നു. അതിന്റെ സെന്ററിലാണ് ഡോറ് നൽകിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഡോർ ക്ലോഷർ ആണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം ഡിസൈൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ WPCയിൽ ചെയ്തിട്ടുള്ള ഡോറ്, ഈ ഒരു ഗ്രൂസ് എല്ലാം ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് പ്ലസ് ഗ്രേ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളർ ഈ ഭാഗത്ത് മാത്രം നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഓപ്പൺ ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഓഫ് വൈറ്റ് ഫീൽ കിട്ടുന്ന രീതിയിൽ ന്യൂട്രൽ ലൈറ്റ്സുകളാണ് ഈ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബ് ആ സൈഡിൽ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ വിശേഷങ്ങൾ കാണാം. സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൽ ഒരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ലാൻഡിങ് സ്പേസിൽ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്ത് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബേ വിൻഡോ സിസ്റ്റം നല്ല ലെങ്തി ആയിട്ട് വരുന്നു. ഇവിടെ ഓൾറെഡി വിൻഡോ വരുന്നുണ്ട്, അതിൽ സീബ്ര ബ്ലൈൻഡുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ എൻറ്റയർ ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഫുൾ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നന്നായിട്ടുള്ള ലൈറ്റിംഗ് വീടിനകത്തേക്ക് വരാൻ വേണ്ടി നന്നായി ഓപ്പണിങ്സ് നൽകിയിരിക്കുന്നു. അതിലൂടെ നാച്ചുറൽ ലൈറ്റ് വേണ്ടുവോളം ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ലഭിക്കുന്നുണ്ട്. അപ്സ്റ്റെയറിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ഒന്നാണ് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നത്, ഒന്നൊരു ഹോം തിയേറ്റർ ആണ്. രണ്ടും നമുക്ക് കാണാം. സ്റ്റെയർ കേസ് കയറി നേരെ വന്നു കഴിഞ്ഞാൽ ഒരു പാസേജ് സ്പേസ് ആണുള്ളത്. ആ ഒരു പാസേജ് സ്പേസിൽ തന്നെ ഇവിടെ ഇതേപോലെ ഒരു സ്റ്റഡി സ്പേസ് നൽകിയിരിക്കുന്നു. സ്റ്റഡി ടേബിള്, അതിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഹോം തിയേറ്റർ സ്പേസ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ബോർഡൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻറ്റീരിയർ ഞാനൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് അക്കോസ്റ്റിക് ചെയ്ത രീതിയിലാണ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെൻക്യൂൻ്റെ 4K ലേസർ പ്രൊജക്ടറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള പോൾക്കാണ്. നല്ല ഒരു വിഷ്വൽ ഓഡിയോ ക്വാളിറ്റിയാണ് ഇവിടെ ലഭിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ലോഞ്ചർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിടന്നുകൊണ്ട് സ്ക്രീന് കാണാൻ പറ്റുന്ന രീതിയിൽ ബാക്കിൽ ലോഞ്ചർ ചെയേഴ്സും നൽകിയിട്ടുണ്ട്. നേരെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്ലൗഡി സീലിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. ഇവിടെയാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ബെഡ്റൂം സ്പേസ്. ഇതല്പം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് അപ്സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത്. ഒരു 14 ഫീറ്റ് ലെങ്ത് വരുന്നുണ്ട്. ഒരു ബേ വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ തീമാണ് ഇവിടെ ബെഡിങ്സിനൊക്കെ നൽകിയിരിക്കുന്നത്. സെയിം ബ്ലൂ ഫിനിഷ് നമുക്ക് വാർഡ്രോബിലും കാണാൻ സാധിക്കും. വാർഡ്രോബ് ഇതേപോലെ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. സ്റ്റീൽ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡിലുള്ള വ്യൂ നന്നായിട്ട് ലഭിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ വീടിൻ്റെ എലവേഷൻ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ബാൽക്കണി സ്പേസ് നല്ല ഹൈലൈറ്റഡ് പോർഷനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീജിത്ത് ആൻഡ് ജെസിതയുടെ വീടാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അവരുടെ ഒപ്പീനിയൻ കൂടെ നമുക്ക് എടുക്കാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്തതും അവരെ പരിചയപ്പെടുന്നതൊക്കെ? ആ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് പറയാമോ? ഞങ്ങൾ ആക്ച്വലി ബഹറിലായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുപാട് വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബിയോണ്ട് ഇൻറ്റീരിയേഴ്സിനെ അവിടെ കണ്ടത്. അങ്ങനെ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ വർക്ക് കുറച്ച് പോയി കണ്ടു. അപ്പോൾ അതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ റീഡിസൈൻ ആയിട്ടിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ ബാക്കി ഡിസൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ബെറ്റർ ഡിസൈനിലേക്ക് എത്തി. പിന്നെ നമ്മൾ എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് പോയായിരുന്നു. പ്ലാനിങ്ങിൻ്റെ സമയത്ത് കണ്ടിരുന്ന വീട് തന്നെ ഔട്ട്പുട്ടിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? 100% കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബിയോണ്ടിൽ നമ്മൾ ശുചിത്വമായിട്ടായിരുന്നു പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഐഡിയാസ് പറയുമ്പോൾ ആളിന് കറക്റ്റായിട്ട് പിക്ക് ആവുന്നുണ്ടായിരുന്നു. നമുക്കത് കോർഡിനേറ്റ് ചെയ്ത് പോകാനും വളരെ ഈസി ആയിരുന്നു. അപ്പം എല്ലാ രീതിയിലും ശുചിത്വത്തിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സജഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വർക്കേഴ്സ് ടീമും അതേപോലെ നന്നായിരുന്നോ? അതെ, നന്നായിരുന്നു. ഓവറോൾ ഒരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു സർവീസിൽ നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ബ്ലൈൻഡ്സ് ആയാലും വാൾപേപ്പർ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തപ്പോഴായാലും ആ ഒരു കമ്മ്യൂണിക്കേഷനും നമ്മൾ ഒരുമിച്ച് ഫൈനലൈസ് ചെയ്ത് എല്ലാ പ്രൊഡക്റ്റ് സെലക്ഷനും നമ്മൾ കൂടി ഉണ്ടായിരുന്നു. ഈവൻ നമ്മൾ ടൈൽ സെലക്ഷൻ ആയാലും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരുന്നു. എത്ര കളേഴ്സ് എടുക്കണം, മാച്ച് ആവുന്നതും
പിന്നെ നമ്മൾ കംപ്ലീറ്റ് 3D ചെയ്തു. മാക്സിമം 3D പ്രകാരം തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നിങ്ങളുടെ വീട്ടിലേക്ക് നല്ലൊരു ഇൻറ്റീരിയർ ഫേമിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ടേൺ കീ പ്രൊജക്റ്റായിട്ട് വീടിൻ്റെ സ്ട്രക്ചർ ലെവൽ കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രൊജക്റ്റുകൾ ചെയ്തു തരുന്നൊരു കമ്പനിയാണത്. ഓൾ കേരള ലെവൽ അവർ ചെയ്തു തരുന്നുണ്ട്. എറണാകുളത്ത് എടപ്പള്ളിയാണ് അവരുടെ ഓഫീസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാം. കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്കും ഞാൻ ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. അവർ ചെയ്തിട്ടുള്ള മറ്റ് പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനും എസ്റ്റിമേറ്റും എടുക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളിൽ അറിയിക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.